പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതി ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചുവെന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ ചേരും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും കാര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. LPGയുമായി ഈ മാസം അവസാനം ഇന്ത്യയിലെത്തുന്ന ജഗ്വസന്ത് പൻ ഗ്യാസ് കപ്പലുകളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് ലോകം പോകുന്നത് എന്ന സൂചന തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലും തെളിഞ്ഞു കിടക്കുന്നത്. കോവിഡിന് സമാനമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി സഭയിൽ ആവർത്തിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് ധൈര്യം പകരുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. अभी तक पश्चिम एशिया में जो नुकसान हुआ है उससे रिकवर होने में भी दुनिया को बहुत समय लगेगा. भारत पर इसका कम से कम दुष्प्रभाव हो, इसके लिए निरंतर प्रयास किए जा रहे हैं. പാചകവാതകത്തിനോ എണ്ണയ്ക്കോ രാജ്യത്ത് യാതൊരു ക്ഷാമവുമില്ല എന്നാണ് ഇന്ന് നടന്ന വിവിധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലും സെക്രട്ടറിമാർ ആവർത്തിച്ചത്. ആവശ്യാനുസരണത്തിന് സ്റ്റോക്ക് ഇന്ത്യയിലുണ്ട് എന്ന് പറയുമ്പോഴും പലയിടത്തും ഇപ്പോഴും പാചകവാതക വിതരണത്തെ ഉൾപ്പെടെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ആശങ്ക പടർത്തുന്ന ഇത്തരം പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയത്തിലെ സെക്രട്ടറി ഇന്നും ആവർത്തിച്ചത്. सफिशिएंट स्टॉक्स अवेलेबल हैं, पेट्रोल और डीजल की पर्याप्त आपूर्ति हो रही है. LPG सिलेंडर भी सभी घरेलू उपभोक्ताओं को दिया जा रहा है. इस स्थिति में कृपया पैनिक न हो और अफवाहों पर विश्वास न करें. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ പോലും നടത്തുന്നത് അത്ര സുഖകരമായ കാര്യമല്ല എന്ന് തന്നെയാണ് എയർ ഇന്ത്യയും വ്യക്തമാക്കുന്നത്. ഇന്ന് 24 സർവീസുകൾ പ്രഖ്യാപിച്ച എയർ ഇന്ത്യ കുവൈത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റ് നഗരങ്ങളെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യസഭയിലും ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി സംബന്ധിച്ച ആശങ്കകൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്ന് ഇന്നും ആവശ്യപ്പെട്ടെങ്കിലും ഈ തീരുമാനത്തോട് മുഖം തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ചെയ്യുന്നത്. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനും പ്രതിപക്ഷ പാർട്ടികളെ കേൾക്കുന്നതിനും വേണ്ടി നാളെ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഇന്ന് രാവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ മേധാവിമാർ പങ്കെടുത്ത ഒരു ഉന്നതതല യോഗം നടന്നിരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കകളാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജഗ്വസന്ത്, പൈൻ ഗ്യാസ് എന്നീ 2 എണ്ണ ടാങ്കറുകൾ കൂടി ഇന്ത്യയിലെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 47,000 മെട്രിക് ടൺ ഗ്യാസാണ് അല്ലെങ്കിൽ LPG ആണ് ഇരു ടാങ്കറുകളിലുമായുള്ളത്. ഇവ ഈ മാസം അവസാനത്തോടെ ഇന്ത്യൻ തീരത്ത് തൊടുമെന്ന് ഇപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നാളെ നടക്കുന്ന ഈ സർവകക്ഷി യോഗത്തിന് ശേഷം രാജ്യത്തെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഒരല്പം കൂടി വ്യക്തമായ വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ഇതിനുശേഷം മാത്രമേ അറിയൂ പശ്ചിമേഷ്യൻ പ്രതിസന്ധി എത്രത്തോളമാണ് രാജ്യത്ത് ഇനിയും ഉണ്ടാക്കാൻ പോകുന്ന മറ്റ് ആഘാതം എന്നത്. ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.